children, welcome to Kids Area Online. Kids Area Online-ൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കേരള സ്റ്റേറ്റ് സിലബസിന് ട്യൂഷൻ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. വൈകുന്നേരങ്ങളിൽ റെക്കോർഡഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും അവൈലബിൾ ആണ്. ലൈവായിട്ട് ക്ലാസ് ഉണ്ടാകും, അതിൻ്റെ തന്നെ റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. അതുപോലെ LKG UKG ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺ നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവിടെ സ്പെഷ്യൽ കോഴ്സസ് ആണ്. റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് ആണ്. ഏത് ക്ലാസ് ആണോ നിങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യം ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. റോഡും പരിസരവും. ക്ലാസ്സിനു ശേഷം കുട്ടനും കൂട്ടുകാരും ബസ്സിൽ കയറാനായി നടന്നു. കണ്ടോ കുട്ടനും കൂട്ടുകാരും എന്താ, ക്ലാസ്സൊക്കെ കഴിഞ്ഞു, സ്കൂൾ വിട്ടു, ബസ്സിൽ കയറാനായി നടന്നു പോവുകയാണ് കേട്ടോ. റോഡ് ക്രോസ് ചെയ്യണം. റോഡ് അരികിലൂടെ നടക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, റോഡ് അരികിലൂടെ നടക്കുമ്പോൾ, നിങ്ങളും റോഡ് അരികിലൂടെ നടന്നിട്ടുണ്ടോ? അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് അറിയാവോ? ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, വലതുവശത്ത് ചേർന്ന് നടക്കണം. നിങ്ങളുടെ വലതുവശം ഏതാണെന്ന് നോക്കിയിട്ട് വലതുവശത്ത് ചേർന്ന് നടക്കണം. വാക്ക് അലോങ് ദ റൈറ്റ് സൈഡ്. വാക്ക് നടക്കുക, അലോങ് ദ റൈറ്റ് സൈഡ്. വലതുവശം ചേർന്ന് നടക്കുക. വാക്ക് അലോങ് ദ റൈറ്റ് സൈഡ്. ഓക്കെ. രണ്ടാമത് എന്താണെന്ന് അറിയാവോ? ഡോണ്ട് വാക്ക് ക്ലറ്റേർഡ്. ക്ലറ്റേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടം കൂടി നടക്കരുത്. നടക്കുമ്പോൾ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടത്തോടെ നടക്കരുത്. രണ്ടാമത്തെ കാര്യം എന്താ? ഡോണ്ട് വാക്ക് ക്ലറ്റേർഡ്. ഓക്കെ, കൂട്ടം കൂടി നടക്കരുത്. ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ വലിയ റോഡിന്റെ ഇരുവശത്തും ചെറിയ നടപ്പാത ഉണ്ടാകും. നടക്കാനായിട്ട് ചെറിയൊരു പാതയുണ്ടാകും രണ്ട് വശത്തും. നടപ്പാത ഉണ്ടെങ്കിൽ അതിലൂടെ മാത്രമേ നടക്കാവൂ. നടപ്പാത ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിലൂടെ മാത്രമേ നടക്കാവൂ. വാക്ക് ഓൺലി അലോങ് ദ ഫുട് പാത്ത് ഇഫ് ഇറ്റ് ഈസ് ദെയർ. എല്ലായിടത്തും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ഉണ്ടെങ്കിൽ, നടപ്പാത ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഫുട്പാത്തിൽ കൂടെ മാത്രമേ നടക്കാവൂ. വാക്ക് ഓൺലി അലോങ് ദ ഫുട് പാത്ത് ഇഫ് ഇറ്റ് ഈസ് ദെയർ. അതവിടെ ഉണ്ടെങ്കിൽ, ഫുട്പാത്ത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഫുട്പാത്തിലൂടെ മാത്രമേ നടക്കാവൂ. നടപ്പാത ഉണ്ടെങ്കിൽ അതിലൂടെ മാത്രമേ നടക്കാവൂ. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടേ? വലതുവശത്ത് റോഡിന്റെ അരിക് ചേർന്ന് നടക്കണം. നാലാമത് നമുക്ക് എന്ത് എഴുതാം? റോഡിന്റെ അരിക് ചേർന്ന് നടക്കണം. വലതുവശം ചേർന്ന് നടക്കുക എന്ന് പറയുമ്പോൾ റോഡിന്റെ അരികത്ത്, അതായത് അറ്റത്ത് കൂടി, അത് നമ്മുടെ റോഡിൽ കയറി നടക്കാൻ പാടില്ല. അതാണ് നാലാമത്തത്. റോഡിൽ കൂടി നടക്കാൻ പാടില്ല. എന്ത് ചെയ്യണം? നടപ്പാത ഉണ്ടെങ്കിൽ അതിലൂടെ നടക്കണം, അല്ലെങ്കിൽ റോഡിന്റെ അറ്റത്തുകൂടി അരികത്തുകൂടി നടക്കണം. മനസ്സിലായല്ലോ? മറ്റു പ്രദേശങ്ങളിൽ എങ്ങനെയാ? റോഡിന്റെ അരിക് ചേർന്ന് നടക്കണം. റോഡിൽ കൂടി നടക്കാൻ പാടില്ല. റോഡിന്റെ അരിക് ചേർന്ന് നടക്കണം. ഇൻ അതർ ഏരിയാസ് യു ഹാവ് ടു വാക്ക് അലോങ് ദ സൈഡ് ഓഫ് ദ റോഡ്. വാക്ക് അലോങ് ദ സൈഡ് ഓഫ് ദ റോഡ്. നമ്മൾ എന്ത് ചെയ്യണം? റോഡിന്റെ അരിക് ചേർന്ന് നടക്കണം. വാക്ക് അലോങ് ദ സൈഡ് ഓഫ് ദ റോഡ്. വാക്ക് അലോങ് ദ എവിടെ കൂടി നടക്കണം? സൈഡ് ഓഫ് ദ റോഡ്. വാക്ക് അലോങ് ദ സൈഡ് ഓഫ് ദ റോഡ്. റോഡിന്റെ അരിക് ചേർന്ന് നടക്കണം. അതില്ലെങ്കിൽ എന്ത് ചെയ്യണം? റോഡിന്റെ അരികിൽ കൂടി നടക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? 4 കാര്യങ്ങൾ പറഞ്ഞു. റോഡിൽ കൂടി നടക്കുമ്പോൾ, റോഡിന്റെ അരികിലൂടെ നടക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒന്നാമത് എന്താ? വലതുവശം ചേർന്ന് നടക്കണം. ഒന്നാമത്തെ കാര്യം വാക്ക് അലോങ് ദ റൈറ്റ് സൈഡ്. രണ്ടാമത്തെ കാര്യം എന്താ? കൂട്ടം കൂടി നടക്കരുത്. മൂന്നാമത് എന്താ? നടപ്പാതയുണ്ടെങ്കിൽ അതിലൂടെ മാത്രമേ നടക്കാവൂ. നാലാമത് നമുക്ക് എന്ത് ചെയ്യാം? റോഡിൽ കയറി നടക്കരുത്. അതും എഴുതാം. അല്ലെങ്കിൽ റോഡിന്റെ അരികിൽ കൂടി നടക്കണം. വാക്ക് അലോങ് ദ റൈറ്റ് സൈഡ്. Don't walk cluttered. Walk only along the footpath if it is there. And then walk along the side of the road. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? റോഡ് അരികിലൂടെ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ മനസ്സിലായല്ലോ? റോഡിന്റെ വലതുവശം ചേർന്നാണ് നടക്കേണ്ടത്.
ഇടതുവശത്ത് കൂടി നടക്കുമ്പോൾ എന്താ, അപകടത്തിന് സാധ്യത കൂടുതലാണ്, അപകട സാധ്യത കൂടുതലാണ്. ഓക്കെ, എന്തുകൊണ്ടായിരിക്കാം ഇടതുവശത്ത് കൂടി ചേർന്ന് നടക്കാൻ പറയുന്നത് അറിയാവോ? റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കുമ്പോൾ നമുക്കെതിരായി വരുന്ന വാഹനങ്ങൾ കാണാൻ സാധിക്കും. റോഡിന്റെ വലതുവശത്ത് കൂടി ചേർന്ന് നടക്കുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ റോഡിന്റെ ഇടതുവശത്ത് കൂടി പോകുന്നതിനാൽ അപകട സാധ്യത കുറവാണ്. എന്തുകൊണ്ടാണ് റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കാൻ പറയുന്നത്? എന്തുകൊണ്ടാണ്? റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കുമ്പോൾ നമുക്ക് എതിരായി വരുന്ന വാഹനങ്ങൾ കാണാൻ സാധിക്കും. അപ്പം എന്ത് ചെയ്യാം, മാറാൻ പറ്റും, റോഡിൽ നിന്നൊക്കെ മാറി നടക്കാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം, അപകട സാധ്യത കുറയും. ഇപ്പോൾ റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കുമ്പോൾ നമുക്ക് എതിരായി വരുന്ന വാഹനങ്ങൾ കാണാൻ സാധിക്കും. പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഏത് വശത്തുകൂടി ആയിരിക്കും വരിക? റോഡിന്റെ ഇടതുവശത്തു കൂടിയായിരിക്കും പോകുക. അതുകൊണ്ട് അപകട സാധ്യത കുറവാണ്. എന്തുകൊണ്ടാണ് വലതുവശത്തു കൂടി നടക്കണമെന്ന് പറയാനുള്ള കാരണം എന്താണ്? We can see vehicles coming from the opposite side. We can see, നമുക്ക് കാണാൻ കഴിയും, vehicles, വാഹനങ്ങളെ കാണാൻ കഴിയും. Coming from the opposite side, opposite സൈഡിൽ കൂടെ വരുന്ന വാഹനങ്ങളെ കാണാൻ കഴിയും. എപ്പോഴാ? When we walk along the right side of the road. നമ്മൾ എപ്പോഴാണോ നമ്മൾ റോഡിന്റെ വലതുവശത്തു കൂടി നടക്കുന്നത്, when we walk, നമ്മൾ എപ്പോഴാണോ നടക്കുന്നത് along the right side of the road, റോഡ് അരികത്ത് വലതുവശത്തു കൂടി ചേർന്ന് നടക്കുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളെ we can see, നമുക്ക് കാണാൻ കഴിയും. The vehicles coming from behind us are on the left side of the road. നമ്മുടെ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഏതൊഴിയാ പോവാ? The vehicles coming from behind us, നമ്മുടെ പുറകിൽ കൂടി വരുന്ന വാഹനങ്ങൾ ഏതൊഴിയാ പോവാ? On the left side, ഇടതുവശത്ത് കൂടി പോകും, on the left side of the road, and hence the chances of accidents are less. അതുകൊണ്ട് അപകട സാധ്യത കുറയും. മനസ്സിലായല്ലോ? അപ്പൊ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. റോഡ് അരികിലൂടെ നടക്കേണ്ടത് ഏത് വശത്താണ് നടക്കേണ്ടത്? റോഡ് അരികിലൂടെ നടക്കുമ്പോൾ വലതുവശത്തു കൂടി നടക്കണം. നമ്മൾ റോഡ് അരികിൽ കൂടി നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചു. കൂട്ടം കൂടി നടക്കാൻ പാടില്ല, വലതുവശത്തു കൂടി നടക്കണം, ഫുട്പാത്ത് ഉണ്ടെങ്കിൽ അതിൽ കൂടി നടക്കണം, റോഡിൽ കയറി നടക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. എന്തുകൊണ്ടാണ് വലതുവശത്തു കൂടി നടക്കണം എന്ന് പറയുന്നതെന്നും പഠിച്ചു. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ഇനി റോഡിൽ സീബ്ര ലൈൻസ് കണ്ടിട്ടുണ്ടോ? സീബ്ര ലൈൻസ്, ദ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ബ്ലാക്ക് വൈറ്റ്, ബ്ലാക്ക് വൈറ്റ്, ബ്ലാക്ക് വൈറ്റ് കണ്ടിട്ടുണ്ടോ? അത് എന്തിനാണെന്ന് അറിയാവോ? ഇപ്പൊ കാൽനട യാത്രക്കാരുണ്ടല്ലോ, നടന്നു പോകുന്ന വാഹനങ്ങളിൽ അല്ലാതെ നടന്നു പോകുന്നവരുണ്ടല്ലോ, അവർക്ക് റോഡിൽ നിന്ന് ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തേക്ക് പോകണം, റോഡ് മുറിച്ച് കടക്കണം. ഒരു സൈഡിൽ നിന്ന് മറ്റു വശത്തേക്ക് പോകണം. എന്നാൽ എന്ത് ചെയ്യണം? റോഡ് മുറിച്ച് കടക്കണോ അല്ലേ? അതിനായിട്ട് ഈ കാൽനട യാത്രക്കാർക്ക് നടന്ന് റോഡിന്റെ മറുകരയിലേക്ക് പോകാനുള്ള വരകളാണ് സീബ്ര ലൈൻസ്, സീബ്ര വരകൾ. എന്താണ് സീബ്ര വരകൾ? കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ച് കടക്കാനാണ് സീബ്ര വരകൾ. അത് എന്ത് ചെയ്യണം? ഇരുവശവും നോക്കണം. കുട്ടികൾ ഇരുവശവും നോക്കി വാഹനങ്ങൾ വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. സീബ്ര ലൈനിൽ കൂടി പോകണമെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? കുട്ടികൾ ഇരുവശത്ത് നോക്കണം. ഇരുവശത്ത് നോക്കി വാഹനങ്ങൾ വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. എന്നിട്ട് എന്ത് ചെയ്യണം? സീബ്ര വര മുറിച്ച് കടന്ന് വരിയായി ബസ്സിൽ കയറണം. ഓക്കെ, മനസ്സിലായി? അപ്പൊ കാൽനടക്കാർക്ക് റോഡ് മുറിച്ച് കടക്കാനുള്ളതാണ് സീബ്ര ലൈൻസ്. Zebra lines are for pedestrians to cross the road. Zebra lines എന്തിനാണ്? പെഡസ്ട്രിയൻസ്, കാൽനട യാത്രക്കാർക്ക് to cross the road, റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Zebra lines എന്തിനാണ്? Zebra lines are for pedestrians, കാൽനട യാത്രക്കാർക്ക് വേണ്ടിയാണ്. to cross the road, റോഡ് ക്രോസ് ചെയ്യാൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇപ്പൊ സീബ്ര ലൈൻസ് എന്തിനാണെന്ന് മനസ്സിലായല്ലോ? Zebra lines are for pedestrians, കാൽനട യാത്രക്കാർക്ക് വേണ്ടി. ടു ക്രോസ് ദ റോഡ്, റോഡ് ക്രോസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? ഒന്നാമത് പഠിച്ചത് എന്താണ്? റോഡ് അരികിലൂടെ യാത്ര ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കൂട്ടം കൂടി നടക്കാൻ പാടില്ല, വലതുവശം ചേർന്ന് നടക്കണം. എന്നിട്ട് എന്താ പറഞ്ഞേ? നടപ്പാതയിൽ കൂടി മാത്രമേ നടക്കാവൂ. ഇനി പെഡസ്ട്രിയൻസ് എന്തിനാണ്? പെഡസ്ട്രിയർക്ക് വേണ്ടി എന്താണ്? ഫോർ പെഡസ്ട്രിയൻസ് zebra lines are for pedestrians to cross the road. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് വലതുവശം ചേർന്ന് നടക്കാൻ പറയുന്നതെന്നും പറഞ്ഞു. വലതുവശം ചേർന്ന് നടക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയും. വി ക്യാൻ സീ, നമുക്ക് കാണാൻ കഴിയും. വെഹിക്കിൾസ് കമ്മിങ് ഫ്രം ദ ഓപ്പോസിറ്റ് സൈഡ് വരുന്ന വെഹിക്കിൾസ് കാണാൻ കഴിയും.
രണ്ടാമത് എന്താ, നമ്മുടെ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇടതുവശത്ത് കൂടി പോകുന്നതിനാൽ ആക്സിഡന്റ് കുറവാണ്. ദ വെഹിക്കിൾസ് കമ്മിങ് ഫ്രം ബിഹൈൻഡ് അസ് ആർ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ റോഡ്. അതുകൊണ്ട് എന്താ, ചാൻസസ് ഓഫ് ആക്സിഡൻസ് ആർ ലെസ്. അപകട സാധ്യത കുറവാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി നമ്മൾ വാഹനത്തിൽ കയറിയ ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇവിടെ ഒന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ, കൈയും തലയും പുറത്തിടരുത്. ഇനിയും കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലായല്ലോ? എല്ലാവർക്കും മനസ്സിലായില്ലേ? യെസ്. അപ്പൊ ഇങ്ങനെ ഏത് ചോദ്യം വന്നാലും എഴുതാലോ? യെസ്. ഇതിന്റെ ബാക്കി ക്ലാസ് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം കേട്ടോ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.